ഈശ്വര. മോനെ, ഈ ഫോൺ താഴെ വീഴുന്നു. നോക്കട്ടെ. അയ്യോ മോനെ, ഇതാ കൂടിയ വിലയുള്ള ഫോണല്ലയോ? അല്ല ചേ, ഇത് ഒത്തിരി പഴക്കം ചെന്ന ഫോണാണ്. വലിയ വിലയൊന്നും ആകത്തില്ല, നമുക്ക് ശരിയാക്കി എടുക്കാമെന്നല്ല. 10-2000 രൂപ ആകത്തുള്ളൂ. അയ്യോ ദൈവമേ, ഞാൻ വിചാരിച്ചു ആ കൂടിയ വിലയുള്ള ഫോണായിരിക്കുമെന്ന്. അയ്യോ. എന്താ ഇവിടെ ഒരു സൗണ്ട് കേട്ടെ? ഫോൺ താഴെ വീണു. ആരുടെ കയ്യിൽ നിന്ന്? അച്ഛൻ്റെ കയ്യിൽ. നിങ്ങൾ ഇങ്ങോട്ടൊന്ന് വന്നേ. നിങ്ങൾ എന്തുമായിട്ട് അച്ഛനടിക്കാൻ പറഞ്ഞത്? 15,000 രൂപയുടെ ഫോണാണെന്നോ? ഇതാണോ 15,000 രൂപയുടെ ഫോൺ? എടി, ഞാൻ എൻ്റെ കുഞ്ഞിലെ ഒത്തിരി സാധനങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട്. പുള്ളി ഒരു വാക്കുകൊണ്ട് പോലും എന്നെ വേദനിപ്പിച്ചിട്ടില്ല. എന്നെ ആശ്വസിപ്പിച്ചിട്ടേ ഉള്ളൂ. എന്നെ ഒരു 25 വയസ്സ് വരെ നോക്കിയതും എനിക്ക് ജോലി മേടിച്ചു തന്നതെല്ലാം അച്ഛനാണ്. അതുകൊണ്ട് ഇനി 1 കോടി രൂപയുടെ ഫോണെന്ന് പറഞ്ഞാലും എനിക്ക് അച്ഛനെ വേദനിപ്പിക്കാൻ പറ്റത്തില്ല. ദൈവം എന്നോട് വെറുക്കത്തില്ലത്. പിന്നെ നിങ്ങൾ എന്തിനാ നോണ പറഞ്ഞ ഇത് 15,000 രൂപയുടെ ഫോണാണ്, 2,000 രൂപ കൊടുത്താൽ നന്നാക്കി എടുക്കാൻ പറ്റുമെന്ന്? ഇത് നന്നാക്കാൻ പറ്റുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എടി, ഇത് വില കൂടിയ ഫോണാന്ന് അച്ഛനോട് പറഞ്ഞാലേ ആ മനസ്സ് താങ്ങത്തില്ല. ഒന്നാമത് അമ്മ കൂടെ ഇല്ലാത്തതാണ്. എനിക്കറിയാം ആ മനസ്സ്. പിന്നെ നമ്മുടെയൊക്കെ ജീവൻ എന്തെങ്കിലും ഗ്യാരണ്ടി ഉണ്ടോ? നമ്മൾ അടുത്ത നിമിഷം വീണി ആവത്തിൽ എന്താ ഉറപ്പ്? നീ ഈ പേരും പറഞ്ഞ അച്ഛനെ വിഷമിപ്പിക്കരുത്. എന്താ മക്കളെ നിങ്ങളുടെ മുഖം വല്ലാതിരിക്കുന്നേ? അത് വില കൂടിയ ഫോണായിരുന്നു മക്കളെ. സത്യം പറ. എനിക്ക് ആ ഫോൺ താഴെ വീണപ്പോൾ മുതലേ വല്ലാത്തൊരു വിഷമം. സത്യം പറ മോനെ, അത് വില കൂടിയ ഫോണായിരുന്നു. അച്ഛാ, ഇതത്ര വലിയ വിലയുള്ള ഫോണൊന്നുമല്ല. അച്ഛൻ വിഷമിക്കൊന്നും വേണ്ട. ഇതെന്തായാലും ശരിയാക്കണമെങ്കിൽ ഒരു 12,000 രൂപ കൊടുത്താൽ ശരിയാക്കാൻ പറ്റും. അച്ഛൻ അതോർത്ത് വിഷമിക്കൊന്നും വേണ്ട. എന്തായാലും ഇത് മാറ്റി വാങ്ങാനായിട്ടിരുന്നതാ. കുഴപ്പമൊന്നുമില്ല. അച്ഛൻ പോയിക്കോ. ശരി മോളെ. നീ ഇപ്പം അച്ഛനെ കള്ളം പറഞ്ഞല്ലോ, വില കുറഞ്ഞ ഫോണാന്ന്. ചേട്ടനല്ലേ പറഞ്ഞേ നമ്മുടെ ജീവിതത്തിന് പോലും ഒരു ഗ്യാരണ്ടി ഇല്ലെന്ന്. പിന്നാണോ വെറും ഒരു ഫോൺ? വയസ്സായ അച്ഛനല്ലേ. നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സന്തോഷം കൊടുക്കുക എന്നത് മാത്രം. അങ്ങനെ സന്തോഷമായിട്ടിരുന്നോട്ടെ. എന്തിനാ വെറുതെ ആ മനസ്സൂടെ വിഷമിപ്പിക്കുന്നത്?